ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ നിന്നും കുറച്ച് ഐഡിയാസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ബ്രൗൺ കളറിലുള്ള ഈ ഒരു ഷെൽഫിലാണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. കുറച്ച് ഐറ്റംസൊക്കെ കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ താഴെയായിട്ടും കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ് സൈഡ് ടേബിളിൻ്റെ താഴെയായിട്ടും കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഓരോ ഷെൽഫിൻ്റെ ഓരോ ഇതിലായിട്ടാണ് ഞാൻ ഐറ്റംസ് തരം തിരിച്ചിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എവിടെയാണ് ക്രാഫ്റ്റ് ഐറ്റംസ് ഒതുക്കിയിരിക്കുന്നത് അവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒതുക്കുക. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ഷെൽഫിൻ്റെ ഫസ്റ്റ് ഷെൽഫിൽ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് 3 തരം ടേപ്പ് വെച്ചിട്ടുണ്ട്. ഡബിൾ സൈഡ് ടേപ്പ്, പേപ്പർ ടേപ്പ്, പിന്നെ സാധാരണ ടേപ്പ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ, ഇറേസർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തന്നെ ഈ ഒരു ഫസ്റ്റ് ഷെൽഫിലാണ് വെക്കുന്നത്. സ്റ്റേപ്ലർ പിൻ റിമൂവ് ചെയ്യുന്ന ഈ ഒരു ഐറ്റമൊക്കെ. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷെൽഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ക്രാഫ്റ്റിൻ്റെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഭയങ്കര ഉപകാരമാണ് ഇങ്ങനത്തെ ഷെൽഫുകൾ പല ഏരിയയിൽ. പിന്നെ ഞാൻ ഒരു ചെറിയ ട്രേയുടെ ഉള്ളിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും തയ്യലിൻ്റെ ആവശ്യങ്ങളൊക്കെ വരാണെങ്കിൽ സൂചിയും നൂലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യത്തേൽ വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഐറ്റംസ് എപ്പോഴും ആദ്യത്തെ ഷെൽഫിൽ വെക്കുക. അപ്പോൾ ഈ ഒരു ഷെൽഫ് നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. ഓരോ ഷെൽഫിൻ്റെ ഇതിലായിട്ട് നമ്മൾ ലൈനർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെക്കുന്നതുകൊണ്ട് പൊടി അധികം ഉണ്ടാവാറില്ല. എന്നിരുന്നാലും അത് മുഴുവനായിട്ട് എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ ഗ്ലൂ, പശയാണ് പല ടൈപ്പ് നമ്മൾ വെക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ടുള്ള ഗ്ലൂ, പേപ്പർ ഗ്ലൂ, അതുപോലെ തന്നെ ഇതുപോലെ ഫെവി ബോണ്ട് ഭയങ്കര നല്ലതായിട്ട് ഒട്ടുന്ന ടൈപ്പാണ് ഫാബ്രിക് ഗ്ലൂ. പിന്നെ സിസേഴ്സ് 2 ടൈപ്പ് വെച്ചിട്ടുണ്ട്, ചെറുതും വലുതും വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലത്തെ ഈ ഒരു ബ്ലേഡ് നമ്മൾ പല കട്ടിങ് പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും ബേസിക്കായിട്ട് കരുതിയിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പ്രൊജക്റ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യമാണ്. ഒരു സ്കെയില് ഈ ഷെൽഫിൽ വെക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഞാനത് പുറത്താണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷെൽഫ് നമ്മുടെ കംപ്ലീറ്റ് ആയി. അടുത്ത ട്രേയിൽ നമ്മൾ കളർ പെൻസാണ് വെക്കുന്നത്. ഇതിനായിട്ട് ഞാനത് ഡിവൈഡ് ചെയ്യാനായിട്ട് 2 പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സുകൾ ഉപയോഗിക്കാം. കളർ പെൻസ് എല്ലാം തന്നെ ട്രേയിലാണ് ഇട്ട് കൊടുക്കുന്നത്. കാർഡ്ബോർഡ് നമ്മൾ അലമാരയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രോബ്ലം, അത് ഈർപ്പം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാറ്റകൾ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അതാണ് നമ്മൾ ഇങ്ങനത്തെ ട്രേ ഉപയോഗിക്കുന്നത്. കളർ പെൻസും കളർ പെൻസിൽസും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ 2 അളവിലാണ് വരുന്നത്, ചെറുതും വലുതും വരുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ടൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുത് മതി. പക്ഷേ നല്ല രീതിക്ക് നമുക്ക് ഗ്ലൂ വേണമെന്നുണ്ടെങ്കിൽ ഈ വലിയ ഗ്ലൂ ഗൺ ഉപയോഗിക്കാം. വലിയ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് വലുതായിരിക്കും, ചെറുതിൻ്റെ ചെറിയ സൈസിലാണ് വരുന്നത്. വലിയ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് പലപ്പോഴും കൈ പൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുക. ഇതുപോലെയുള്ള ഗ്ലൗസ്, അതായത് ചൂട് കയ്യിലേക്ക് വരാത്ത പോലത്തെ ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കണം. കാരണം പലപ്പോഴും എൻ്റെ കൈയൊക്കെ പൊള്ളാറുണ്ട്. അപ്പോൾ അത് കൂടുതലാവാതിരിക്കാൻ ഗ്ലൗസ് യൂസ് ചെയ്യുക. അടുത്തൊരു സെക്ഷനിൽ ഞാൻ ചെറിയ ചെറിയ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള റിബൺസ്, മുത്തുകൾ അങ്ങനത്തെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഡിവൈഡർ ബോക്സ് നമുക്കതിന് ഭയങ്കര ഉപകാരമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാർട്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അടുത്തത് ഇതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റിക്കുകളൊക്കെയാണ്, ഐസ്ക്രീമിൻ്റെ സ്റ്റിക്സ്. ഇതൊക്കെ ഞാൻ ഓരോ ക്രാഫ്റ്റ് ചെയ്യാൻ വാങ്ങിയിട്ട് ബാലൻസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. ഇതേ പോം ബോൾസ് ആണ് ഇങ്ങനത്തെ. ഇതൊക്കെ ഞാൻ സാധാരണ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങണതാണ്. ഓൺലൈനിൽ നിന്ന് ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങാറില്ല അധികം. കാരണം എനിക്ക് കടകളിൽ നിന്നും വില കൂടുതൽ പോലെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് പുറത്തെ കടകളിൽ നിന്ന് വാങ്ങുന്നത്. ഇത് പല ടൈപ്പ് റിബണുകളാണ്. ഗോൾഡനും സിൽവറും റെഡൊക്കെ റിബൺസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കാം. ഇത് ഗ്ലിറ്റർ പൗഡറാണ്. പല കളറിലുള്ള ഗ്ലിറ്റർ പൗഡർ, അധികം വാല്യൊന്നും വരുന്നില്ല. ഗ്ലിറ്ററിൻ്റെ പൗഡർ പാക്കറ്റ് പൊട്ടിച്ച ശേഷം സ്റ്റാപ്ലർ ചെയ്തിട്ടാണ് ഞാനത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസൊക്കെ നമുക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് ഏറ്റവും താഴത്തെ നിലയിലാണ് ഞാൻ വെക്കാറ്. ഈ കാണുന്നത് ഒരു പേപ്പർ പഞ്ചിങ് ടൂളാണ്. ഇതുപയോഗിച്ച് നമുക്ക് ഈ കാണുന്ന ഡിസൈനിലുള്ള പൂവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പല കാർഡുകൾ, ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് നല്ല ഉപകാരമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ പഞ്ചിങ് ടൂളിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് കളറിൽ ആ പൂവിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈനിലുള്ള പൂവാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ വലിയതും ചെറിയതും വരുന്നുണ്ട്. അപ്പോൾ ഇത് 2-3 എണ്ണം മേടിച്ച് വെച്ചാൽ പല ഡിസൈൻ പൂക്കൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമ്മുടെ കയ്യിലുള്ള പെയിൻറ്റുകളാണ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ബേസിക്കായിട്ട് നമ്മൾക്ക് കയ്യിൽ വേണ്ടത് അക്രിലിക് കളേഴ്സാണ് നമുക്ക് വേണ്ടത്. അക്രിലിക് കളേഴ്സ് ഒരു ബോക്സിൽ 10 കളർ വരുന്ന രീതിയിൽ വരുന്നത്. അക്രിലിക് കളേഴ്സിൻ്റെ പ്രത്യേകത നമുക്ക് ഏത് സർഫസിലും പെയിൻറ്റ് ചെയ്യാം. മരമായാലും പ്ലാസ്റ്റിക് ആയാലും അങ്ങനെ എന്ത് വേണമെങ്കിലും പെയിൻറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ഫാബ്രിക് പെയിൻ്റാണ്. അത് തുണികൾക്ക് മാത്രം പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നമ്മളിപ്പോൾ 10 കളർ വരുന്ന സെറ്റിൽ ഒരുവിധം എല്ലാ കളറും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അത് ഒരെണ്ണമൊക്കെ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ 15, 20 അങ്ങനെയൊക്കെ റേറ്റിലാണ് വരിക ഈ ചെറിയ ബോട്ടിലിന്. അപ്പോൾ അങ്ങനെ 2 ബോക്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ എല്ലാ കളേഴ്സും ഇല്ല കേട്ടോ അത്. പിന്നെ വരുന്നത് ഫെവിക്രിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇത്രയും പോകുന്ന അളവിൻ്റെ അക്രിലിക് കളേഴ്സാണ് വരണത്. ഇത് ഓരോ കളറും അധിക ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു വില വരുന്നത് MRP 110 രൂപയൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ ചില കടകളിൽ പ്രൈസിൽ കുറവ് കിട്ടാറുണ്ട്. ഇത് അതിനെക്കാട്ടും വലിയ ബോട്ടിലാണ് വരുന്നത്. ഇതിന് 350 രൂപയ്ക്ക് വരുന്നുണ്ട് വലിയ ബോട്ടിലിന്. ഇത് നമുക്ക് അത്രയും ക്രാഫ്റ്റ് പർപ്പസ് ഉണ്ടെങ്കിൽ വലിയ ബോട്ടിൽ വാങ്ങാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ പെയിൻറ്റിങ് പർപ്പസിന് ഉപയോഗിക്കുമ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സർഫസ് പെയിൻറ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് വാർണിഷ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നമ്മുടെ കയ്യിലുള്ളത് ചോക്ക് പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പെയിൻറ്റാണ്. ഈ പെയിൻറ്റ് അക്രിലിക് പെയിൻറ്റിൻ്റെ പോലെ ഗ്ലോസി അല്ല, ഒരു മാറ്റ് ഫിനിഷാണ്. പിന്നെ നമുക്ക് ഇത് പെയിൻറ്റ് ചെയ്താൽ അത് വരയ്ക്കാനൊക്കെ കുറച്ചും കൂടി ഭംഗിയായിട്ട് പറ്റും. അത് അങ്ങനെ ഗ്ലാസ്സുമൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഫിനിഷിങ് കിട്ടും കേട്ടോ. പിന്നെ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രഷുകൾ പല അളവിലുള്ളതുണ്ട്. അതെല്ലാം തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് ഒറ്റയടിക്ക് നമുക്ക് ഓരോന്ന് എടുക്കാമല്ലോ, കൂട്ടി പിടിച്ചെടുക്കാമല്ലോ. പിന്നെ ഞാനിതിൽ നമ്മൾ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പാലറ്റ് ഉണ്ടല്ലോ അത് വെക്കുന്നുണ്ട്. അത് ആകെ വൃത്തികേടായിട്ടിരിക്കുകയാണ്. അത് പെയിൻറ്റ് നമ്മൾ ക്ലീൻ ചെയ്യാൻ തിന്നർ ഉപയോഗിക്കില്ലേ, തിന്നർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ള കളർ പേപ്പേഴ്സ് ഞാനിങ്ങനെ വലിയൊരു ഫയൽ മേടിച്ചിട്ടുണ്ട്. ആ ഫയലിൽ വെക്കുന്നത് സാധാരണ വാങ്ങുന്ന ഫയലിൻ്റെ അളവ് മേടിച്ചാൽ ഈ A4 പേപ്പർ കൊള്ളില്ല. അപ്പോൾ അതിൽ വലിയ അളവ് മേടിക്കുക. പല കളേഴ്സിലുള്ള പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി പ്രിൻ്റ് ഡിസൈനുള്ള പേപ്പർ, ഫോം ഷീറ്റ്, ഇതൊക്കെ ഞാനിങ്ങനെ മേടിച്ച് വെച്ചിരിക്കുന്നതല്ല. ചില ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വരുമ്പോൾ ബാലൻസ് വരുന്നതൊക്കെ എടുത്ത് വെക്കുന്നതാണ്. ഇത് കുറച്ചും കൂടി വലിയ അളവിലുള്ള കളർ പേപ്പറാണ്. A4ൻ്റെ അളവല്ല, അതിലും വലുതാണിത്. വേസ്റ്റായിട്ട് നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് വരില്ലേ പേപ്പർ, അതല്ല ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. 2 ഫയലിൽ മുഴുവൻ അതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് ആവശ്യം വരാറുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകണമെങ്കിലൊക്കെ. ഈ ഒരു ബോക്സിൽ ഫുള്ള് നമ്മളിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേറ്റീവ് സ്റ്റിക്കേഴ്സാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ സാധാരണ ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുമ്പോഴോ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മക്കൾക്കും അവർക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ കൊടുക്കും ഇതിന്ന്. പക്ഷെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുക. കാരണം അല്ലെങ്കിൽ അവരത് മുഴുവൻ എടുത്ത് വെറുതെ വേസ്റ്റാക്കി കളയും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിരിക്കുക എല്ലാ ആവശ്യം വരുമ്പോൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് പലപ്പോഴായി വാങ്ങിയതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് ഇതിലിങ്ങനെ ബോക്സിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് നമ്മൾ ബോട്ടിൽമൊക്കെ ഒട്ടിക്കുന്ന ലേബൽ ഉണ്ടല്ലോ, സ്റ്റിക്കർ, അങ്ങനത്തെ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ബോക്സിൽ വെച്ചാൽ ഇതൊക്കെ തരംതിരിച്ച് നമുക്ക് വൃത്തിയായിട്ട് ഒതുക്കി വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബോക്സിൽ വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ മോൾഡുകളുണ്ടല്ലോ, അതായത് ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മോൾഡ്. ഇത് അതിന് മാത്രമല്ല, നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഡിസൈൻസൊക്കെ മോൾഡ് ചെയ്തെടുക്കാനും പറ്റും. ഞാൻ കേക്ക് ഉണ്ടാക്കാറില്ല, അങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് ഇത് വാങ്ങി ട്രൈ ചെയ്യാം. ഇതുപോലെ ക്ലേ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ക്ലേയിൽ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കി മോൾഡ് ഉപയോഗിച്ച് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള ടൂളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈസി ആയിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ ഈ ഒരു സെറ്റ്. അങ്ങനെ തന്നെ ഇനി അടുത്തായിട്ട് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ പ്ലാനറിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും, അതായത് പ്ലാനറിൻ്റെ ബുക്ക് നമ്മൾ വരയ്ക്കാറില്ല എല്ലാ മാസവും, അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ടൈപ്പ് മാജിക് സ്കെയിലാണ് കേട്ടോ നമുക്ക് ഡിസൈനൊക്കെ വരയ്ക്കാൻ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സ്കെച്ച് പെൻ്റെ സെറ്റ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിക്കി നോട്ട്സ് പല കളേഴ്സിലുള്ളതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് നമുക്ക് പ്ലാനറൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന സ്റ്റെൻസിലാണ്. സ്റ്റെൻസിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഡിസൈനൊക്കെ ഓൾറെഡി പ്രിൻറ്റഡ് ആണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എഴുതി കൊടുക്കാം. അങ്ങനത്തെ കുറേ ഉണ്ട് ഇതിൽ. ഒരു 10-25 ഷീറ്റായിട്ട് മേടിക്കാൻ കിട്ടും. പല ഡിസൈനിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ കിട്ടും. പിന്നെ ഞാൻ ക്രയോൺസ് ഉപയോഗിച്ചിട്ടാണ് പ്ലാനറിൽ കുറേ ഭാഗങ്ങളൊക്കെ കളർ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ഫുൾ സെറ്റ് 24 കളേഴ്സുള്ളൊരു സെറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ പ്ലാനറിൽ ഉപയോഗിക്കുന്ന സ്റ്റിക്കേഴ്സ്, ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ്, ഇതും ഈ ഒരു ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രേയിൽ ഇതെല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ പ്ലാനർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബോക്സ് അങ്ങനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് പഴയ പോലെ തന്നെ വെക്കാം. അപ്പോൾ ഈ ഒരു ബോക്സ് ലിഡുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇതിൽ അടച്ച് എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള നോർമൽ സ്കെച്ച് പെന്നും കളർ പെൻസും കാണിച്ചു തന്നു. ഇത് കളറിങ്ങിന് വേണ്ടിയിട്ടുള്ള വലിയൊരു സെറ്റ് കളറാണ്. ഇത് കുറേ കളറിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് വേണമെങ്കിൽ മേടിക്കാവുന്നതാണ്. 120 കളേഴ്സാണ് ഇതിൽ വരുന്നത്. ഈ ഒരു കളറിൻ്റെ പ്രത്യേകത ഇത് ഡബിൾ സൈഡഡ് ആണ്. അതായത് ഒരു സൈഡ് വീതി കൂടിയതും ഒരു സൈഡ് പോയിൻറ്റഡും ആണ്.
അപ്പോൾ ഇത് നമ്മൾ സെയിം സ്കെച്ചിൻ്റെ അതേപോലെ തന്നെ സ്കെച്ചിനേലും നല്ല കളർ ഡാർക്കാണത്, മാർക്കേഴ്സ് എന്നാണിത് പറയുന്നത്. അപ്പോൾ ഇത് കുറേ കളേഴ്സ് ഉണ്ട്. ഇത് അതായത് ലൈറ്റ് ഷെയ്ഡ് മുതൽ ഡാർക്ക് ഷെയ്ഡ്സ് വരെ എല്ലാം ഉണ്ട്. കുറേ അധികം കളറിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. ഇത് കൊണ്ട് നടക്കാൻ ഈസിയാണ്, നല്ല ബോക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ടച്ച് കൂൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മേടിച്ച്, ഇത് പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിനി ഷെൽഫിലുകൾ നേരത്തെ നമ്മൾ ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല ഐറ്റംസ് ഒക്കെ തിരിച്ച് അതേപോലെ തന്നെ വെക്കുകയാണ്. ഞാൻ എപ്പോഴും എടുക്കുന്ന ഐറ്റംസ് ഏറ്റവും ടോപ്പിലും വല്ലപ്പോഴും എടുക്കുന്ന ഐറ്റംസ് ഏറ്റവും താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസ് അതിൽ വെച്ചു. ഇനിയും എൻ്റെ സ്റ്റഡി ടേബിളിൽ തൊട്ട് താഴെ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെയാണ് ഞാൻ കളർ പേപ്പേഴ്സിൻ്റെ ഫയലുകൾ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ കാണിച്ച പേപ്പറും അതൊക്കെ വെക്കുന്നത്. ബാക്കി ഐറ്റംസൊക്കെ നമ്മൾ ബോക്സിലാണ് വെക്കണേ, കാരണം നമുക്ക് വെക്കാനും എടുക്കാനും ഈസി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബോക്സിൽ വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ പെയിൻറ്റിൻ്റെ ബോട്ടിൽസ് ഉള്ള ആ ഒരു ട്രേയും അതോടൊപ്പം തന്നെ പ്ലാനറിൻ്റെ സെറ്റ് വെക്കുന്ന അതിൻ്റെ തൊട്ട് മുകളിലായിട്ടും വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു സെക്ഷനിൽ ഞങ്ങൾ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഞാൻ ഈ ഒരു സ്കെച്ചിൻ്റെ ബോക്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഈ ഒരു സെക്ഷനിൽ നമ്മളിങ്ങനെ ഒതുക്കിയോണ്ട് തന്നെ വെക്കാനായിട്ട് നമുക്ക് പറ്റി. ഇനി അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ള തയ്യലിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഈ ഒരു ബോക്സ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. തയ്യലിൻ്റെ എല്ലാ ഐറ്റംസും ഈ ഒരു ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന സൂചികൾ, അതുപോലെ തന്നെ ചോക്ക്, ബോബിൻ, അതുപോലെ തന്നെ നൂലുകളൊക്കെ ഈ ബോക്സിൽ നമുക്ക് എളുപ്പമായിട്ട് വെക്കാം. ഈ ഒരു ബോക്സിലെല്ലാം കൂടി വെച്ച് ഒതുക്കി വെച്ചാൽ എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പമാണ്. പൊടി കയറി അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരുപാട് നാളെ ഉപയോഗിക്കുന്നു. ഇതിപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഈ ഒരു ബോക്സ് ഇതുപോലെ ക്ലോസ് ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇനി ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ടൈലറിങ്ങിന് വേണ്ട ഐറ്റംസ്, അതായത് ഇലാസ്റ്റിക്കുകൾ, പിന്നെ ബട്ടൺസ്, കുടുക്ക്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഇല്ലേ, അതെല്ലാം ഇതിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന ടീഷർട്ടും അതുപോലെ പാൻറ്റുകളൊക്കെ, പാൻറ്റിൻ്റെയൊക്കെ ഇലാസ്റ്റിക് പെട്ടെന്ന് പോകുമ്പോൾ നമ്മളെല്ലാ അളവിലും മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തന്നെ സ്വയം മാറ്റിയെടുക്കാം. അത്യാവശ്യം റിപ്പയർ പണികളൊക്കെ വീട്ടിൽ തന്നെ ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം അങ്ങനെ മേടിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. സിബ് അതൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ബോക്സിൽ എംബ്രോയിഡറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ്, എംബ്രോയിഡറി റിങ്ങുകൾ 4 അളവിൽ വരുന്നുണ്ട്. ഇത് ഞാൻ ചെയ്ത് പകുതിയാക്കി വെച്ചാട്ടോ, ഒരു വർഷത്തിൽ മേലെ ആവാറായി അത് ചെയ്ത് തീർത്തിട്ടില്ല. അപ്പോൾ എനിക്ക് പൊതുവെ ഇപ്പോൾ മടി, നേരവും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റോസും ആണ് കേട്ടോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു റിങ്ങിൽ. പിന്നെ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന നൂല്, സിസേഴ്സ്, ഇതെല്ലാം ഇതിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ വെക്കേഷൻ എന്തായാലും ഇവർ 2 പേര് എംബ്രോയിഡറി പഠിപ്പിച്ച് കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അവർക്ക് കുറച്ച് വിഷയമൊക്കെ അറിയാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ ബെഡ് സൈഡ് ടേബിളിൻ്റെ താഴെയായിട്ടൊരു ഷെൽഫുണ്ട്, അവിടെയാണ് ഫ്രീ ഉള്ളത് സ്പേസ്. അപ്പോൾ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എപ്പോൾ വേണ്ടി വന്നാലും ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസും അതുപോലെ തയ്യലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്നത്. എനിക്കറിയാം കുറേ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്നിരുന്നാലും നിങ്ങൾക്കും ഒരു ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനൊക്കെ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ടാസ്ക് നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.